ഹെക്ടിക് വർക്ക് സ്കെഡ്യൂളുകളിൽ അതേപോലെ തന്നെ ബിസിനസ് മീറ്റിംഗ്സും കഴിഞ്ഞ് നല്ല പ്രഷറായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരാൾ, ഒരു പുരുഷനെ സമാധാനമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്പർ 1 ആയിട്ട് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റും ബീങ് ഹിസ് പീസ്. ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പം ഹസ്ബൻഡ് വരാൻ കാത്തിരിക്കും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും വീട്ടിലായാലും റിലേഷൻഷിപ്പിലൊക്കെ. പക്ഷെ അതൊക്കെ തൽക്കാലത്തൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ലൊരു ആ ഒരു പീസ് ശരിക്കും കൊടുക്കാൻ പറ്റണം അദ്ദേഹത്തിന്. പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അതിനൊരു പ്രത്യേക സ്പെഷ്യൽ ടൈം മറ്റൊന്ന് കണ്ടെത്താം നമുക്ക്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ആൻഡ് അപ്രിസിയേഷൻ കൊടുക്കുക. ഒരുപാട് വലിയ പ്രൊജക്റ്റുകളും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്രിസിയേഷനും സപ്പോർട്ടും ഒരുപാട് ആഗ്രഹിക്കുന്ന പുരുഷന്മാർ, പ്രത്യേകിച്ച് എന്തിലായാലും. ഇവരും ഡ്രസ്സ് ധരിക്കുകയാണെങ്കിലും നന്നായിട്ട് നമ്മൾ പറഞ്ഞാൽ നല്ലൊരു ഹാപ്പിനെസ് ആണ്. അവിടെ ഇൻറ്റിമസിലേക്കും അതേപോലെ ഒരു ഓപ്പൺ അപ്പ് ആവും. ശരിക്കും പലരും പറയാറുണ്ട് ശരിക്കും കമ്മ്യൂണിക്കേഷൻ ഒന്നാവുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ അപ്പ് ആവുന്നില്ല, എല്ലാ കാര്യം എന്നോട് സംസാരിക്കാറില്ല. അതൊക്കെ ഈ ഒരു പ്രശ്നം ഇതില്ലാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഒരുപാട് എല്ലാം നമ്മളോട് പറഞ്ഞു അവർ വരില്ല. മെൻ സൈക്കോളജി പ്രകാരം നമ്മൾ ആ പലരും ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താണ് അതെന്താ ഇതെന്താ. പക്ഷെ ഒരു പുരുഷൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. അവർ ആ പ്രശ്നങ്ങൾക്കൊന്ന് സോൾവ് ആയി കഴിഞ്ഞ ശേഷം ഒരു മാസത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങും പോലെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളോട് ഷെയർ ചെയ്യുന്ന അവർ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ചൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ചിലപ്പോൾ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ തേർഡ് വൺ ആയിട്ട് ഇൻറ്റിമസി. നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഇമോഷണലി ഫിസിക്കലി നമ്മൾ അവൈലബിൾ ആവുകയാണെങ്കിൽ ഒരു ഇൻറ്റിമസി അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും.